തൈ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ആർക്കാ പറഞ്ഞു കൊടുക്കുകയാണ്? ഫിർഔന് പറഞ്ഞു കൊടുക്കുകയാണ്. കുലു വർഔ അൻആമക്കും ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഉലിന്നുഹ. കുലു അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് മുളപ്പിച്ചു എന്ന് മാത്രമല്ല, പിന്നെ കുലു തിന്നോളി, നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. കുലു വർഔ അൻആമക്കും. വർഔ എന്താ? വർഔ ഇവിടെ നമ്മൾ ഈ റ ഉണ്ടല്ലോ, റ എന്നുള്ള ക്രിയ, റ എന്ന് പറഞ്ഞാൽ മേച്ചു, മേഞ്ഞു എന്ന അർത്ഥത്തിനും പറയും, മേച്ചു എന്ന അർത്ഥത്തിനും പറയും. മേഞ്ഞു എന്നാകുമ്പോൾ എന്താണ് ക്രിയ? മേഞ്ഞു. ആരെ മേഞ്ഞു, എന്തിനു മേഞ്ഞു എന്ന് പറയില്ല, അപ്പോൾ ലാസിമാണ്, അകർമ്മ ക്രിയയാണ് മേഞ്ഞു. മേച്ചു എന്ന അർത്ഥത്തിന് പറയും, മേച്ചു. അത് മുത്തഅദ്ദിയാണ്. കാരണം മേച്ചു, ആരെ മേച്ചു? ആടിനെ മേച്ചു. ആരെ മേച്ചു? പശുവിനെ മേച്ചു എന്ന്. അപ്പോൾ അത് മുത്തഅദ്ദിയാണ്. ഈ റ എന്നുള്ളതിൻ്റെ പ്രത്യേകത. പക്ഷേ പിന്നെ ഇതിൻ്റെ മസ്തർ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പം റ റിആയത്തുണ്ട്, റ റഇയുണ്ട്. റ അതിൻ്റെ മസ്തർ റഇ ആകുമ്പോൾ മേഞ്ഞു, റ അതിൻ്റെ മസ്തർ റിആയത്താകുമ്പോൾ മേച്ചു. അങ്ങനെയാണ് ഇത് സകർമ്മകം അകർമ്മകം എന്നുള്ളതിൻ്റെ പിന്നെ ഏത് വകുപ്പാണെന്നുള്ളത് തിരിച്ച് അറിയാനുള്ള അടയാളങ്ങളുള്ളത് അതൊന്നാണ്. തൈ ഇവിടെ കുലു നിങ്ങൾ ഭക്ഷിക്കുക. വർഔ എന്താ? വർഔ മേഞ്ഞു എന്നാണോ മേച്ചു എന്നാണോ? നിങ്ങൾ മേയുക എന്നാണോ നിങ്ങൾ മേക്കുക എന്നാണോ? നിങ്ങൾ മേക്കുക. ആരെ മേക്കുക? അൻആമക്കും. അൻആമക്കും കുല്ലുക്കും റാഇൻ. അത് നിങ്ങളെല്ലാവരും മേക്കുന്നവരാണ്, മേക്കുന്നവരാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് മറുബ് ബഹ്റാൻ എന്നടുത്ത സഹാബികൾ വന്നപ്പോൾ സഹാബികൾ ഈ അറാഖിൻ്റെ പിന്നെ വൃക്ഷത്തിൽ നിന്ന് അറാഖിൻ്റെ പഴങ്ങൾ പറിക്കാൻ തുടങ്ങി. അതിൻ്റെ ഒരു പേരുണ്ട് അതിൻ്റെ ഹദീസിൽ, അറാഖിൻ്റെ പഴങ്ങൾ പറിക്കാൻ തുടങ്ങി. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അതിൻ്റെ അസ്വദ് എടുക്കാൻ പറഞ്ഞു. മാ അത്യബഹു, അസ്വദ് എത്ര ടേസ്റ്റാണെന്ന് പറഞ്ഞു. പിൽക്കാലത്ത് കേട്ടോ, മക്കം ഫത്തേനങ്ങാണ്ട് പോകുമ്പോഴാണ് ഇവരിങ്ങനെ അറാഖിൻ്റെ പഴങ്ങൾ പറിക്കുകയാണ്. അപ്പോൾ പറയാണ് അതിൻ്റെ ആ അസ്വദ് പറിച്ചോളി, മാ അത്യബഹു നല്ല ടേസ്റ്റാണെന്ന് പറയാം. അപ്പോൾ പിന്നെ നിസ്ലാസ്ലം മതങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളിത് കഴിച്ചിക്കണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിസ്ലാസ്ലം മതങ്ങൾ പറയാണ് പിന്നെ ഞാനിങ്ങനെ ആടുകളെ മേച്ചിരുന്നു മക്കയിൽ ചെറുപ്പത്തിൽ, കുട്ടിയാകുമ്പോൾ അന്ന് ഞാനത് കഴിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ വാൽ റായിത്തൽ ഖന, നിങ്ങൾ ആടിനെ മേച്ചിക്കണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിസ്ലാസ്ലം മതങ്ങൾ പറയാണ് ഹൽ മിൻ നബിയിൻ ഇല്ലാ വറഅൽ ഖന, ആടിനെ മേക്കാത്ത ഏതെങ്കിലും ഒരു നബി ഉണ്ടോ എന്ന് ചോദിച്ചു എന്നാണ്. മാ മിൻ നബിയിൻ ഇല്ലാ വറഅൽ ഖനം, ഒരു നബിയുമില്ല ആടിനെ മേക്കാതെ. ഇല്ലാ വറഅൽ ഖനം, അതാണ് റഅൽ ഖനം, ആടിനെ മേക്കുക. കവിതയിൽ ലാഹുമ്മ ഖദ് അസ്ബഹത് അഹ്വാഉനാ ശിയഅൻ ഫംനുൻ അലൈനാ ബിറാഇൻ അൻത തർആഹു അൻത തർദാഹു റാഇൻ യുഈദു ഇലൽ ഇസ്ലാമി സീറതഹു യർആ ബനീഹി വഅൈനുല്ലാഹി തർആഹു. ലാഹുമ്മ ഖദ് അസ്ബഹത്, അല്ലാഹുമ്മ എന്നുള്ള ലാഹുമ്മ, അല്ലാഹുമ്മ അല്ലാഹുവേ, ഖദ് അസ്ബഹത് അഹ്വാഉനാ ശിയഅൻ, ഞങ്ങളുടെയൊക്കെ ഇച്ഛകൾ അത് ഭിന്നങ്ങളായി പോയിരിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ സ്വാർത്ഥതകളും ഇഷ്ടങ്ങളായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഫംനുൻ അലൈന ബിറാഇൻ, ഒരു റായിനെ തന്ന് നീ ഞങ്ങളോട് കനിയണമേ. ഫംനുൻ അലൈന ബിറാഇൻ അൻത തർലാഹു, നീ ഇഷ്ടപ്പെടുന്ന റായിനെ തരണേന്നാണ്. ഈ റായി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ആടിനെ മേക്കാൻ ഒരാളെന്നാ അല്ല, പിന്നെ നമ്മളെ മേക്കാൻ ഒരു നേതാവ് എന്നർത്ഥത്തിൽ. റാഇൻ യുഈദു ഇലൽ ഇസ്ലാമി സീറതഹു, റാഇൻ, ആ റായി ആരാകണം? യുഈദു ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് മടക്കി കൊണ്ടുവരണം. എന്ത്? സീറത്തഹു, ഇസ്ലാമിൻ്റെ സീറത്ത്, ചരിത്രം. യർആ ബനീഹി, മാത്രമല്ല യർആ ബനി, ആ റായി യർആ ബനീഹി, അദ്ദേഹത്തിൻ്റെ മക്കളെ, പ്രജകളെ പിന്നെ മേക്കണം. വഅൈനുല്ലാഹി തർആഹു, അള്ളാഹിൻ്റെ കണ്ണുകൾ ഈ റായിനെയും എന്ത് ചെയ്യണം? പരിചരിക്കണം. അള്ളാഹു പരിചരിക്കുന്ന റായി, പ്രജകളെ പരിചരിക്കുന്ന രീതിയിലുള്ളതായ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു റായിയെ തരണേ എന്ന് പറഞ്ഞേ. റായി എന്ന് പറഞ്ഞെങ്കിൽ അവിടെ പിന്നെ തർ എന്നൊക്കെ പറഞ്ഞാൽ മേക്കുക. ഇവിടെ വർഔ അൻആമക്കും, കുലു വർഔ അൻആമക്കും, കുലു നിങ്ങൾ തിന്നുക, വർഔ നിങ്ങൾ മേക്കുകയും ചെയ്യുക, അൻആമക്കും നിങ്ങളുടെ കാലികളെ.